Dear students, welcome to CE 303 Structural Analysis 2 class. So next we are discussing module 5 beams curved in plan. First introduction. So beams curved in plan ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോൾ കേർവ്ഡ് ആയിട്ടുള്ള ബീംസ് അതിൻ്റെ അനാലിസിസ് ആണ് ഈ ഒരു മൊഡ്യൂളിൽ വരുന്നത്. നമ്മൾ ആർച്ചസ് ഒക്കെ കണ്ടിട്ടുണ്ട്. ആർച്ചസ് എന്ന് പറഞ്ഞാൽ ആർച്ചസ് ഒക്കെ ഒരു ബീംസ് തന്നെയാണ്. പക്ഷേ അതിൻ്റെ പ്ലാൻ വ്യൂവിൽ നോക്കുമ്പോൾ ആർച്ചസ് ഒക്കെ എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രൈറ്റ് ബീം തന്നെ ആയിരിക്കും. ആർച്ചസൊക്കെ നമ്മുടെ പ്ലാൻ വ്യൂ നോക്കുകയാണെങ്കിൽ എലിവേഷനിലെ ആർച്ചസ് ആണെങ്കിൽ കൂടെ പ്ലാൻ വ്യൂവിനകത്ത് അത് പ്ലെയിൻ ആയിട്ടുള്ള ആർച്ചസ് ആയിരിക്കും. ഓക്കെ, സ്ട്രൈറ്റ് ലൈൻ ആയിട്ടുള്ള ആർച്ചസ് ആയിരിക്കും. പക്ഷെ ചില ബീംസ് ഉണ്ട് നമുക്ക് കേർവ്ഡ് ആയിട്ടുള്ള പ്ലാനിൽ തന്നെ കേർവ്ഡ് ആയിട്ടുള്ള ബീംസ്. അതായത് ഇപ്പോൾ വാട്ടർ ടാങ്ക് എടുക്കുകയാണെങ്കിൽ സർക്കുലർ വാട്ടർ ടാങ്ക് എടുക്കുകയാണെങ്കിൽ ആ സർക്കുലർ വാട്ടർ ടാങ്കിനെ കണക്ട് ചെയ്യുന്ന കോളംസ് ഉണ്ടാവുമല്ലോ, ആ കോളംസ് കണക്ട് ചെയ്യുന്ന ബീംസ് കേർവ്ഡ് ആയിരിക്കും. അതുപോലെ നമ്മൾ സിലോസിൻ്റെ അവിടുത്തെ ബീംസ് കേർവ്ഡ് ആയിരിക്കും. പിന്നെ നമുക്ക് റാമ്പ് ഉണ്ടാവില്ലേ, കേർവ്ഡ് ആയിട്ട് റാംപ്സ് വരും. ഓക്കെ, അവിടുത്തെ ബീംസിലും കേർവ്ഡ് ബീംസ് ആയിരിക്കും. സോ അതാണ് ഇവിടെ പറയുന്നത്. പിന്നെ നമ്മൾ ബ്രിഡ്ജസിലുണ്ടാവും. ബ്രിഡ്ജസ് ക്യാരി റോഡ്സ് that are on a curved alignment and are supporting structures follows that curved alignment. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കേർവ്ഡ് ബീംസ് വരുന്നത്. ഈ ഒരു സ്ഥലത്തൊക്കെയാണ് നമ്മൾ കേർവ്ഡ് ബീംസ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ ഇനി ഡിസ്കസ് ചെയ്യുന്നത് കേർവ്ഡ് ബീംസിൻ്റെ കേസാണ്. ഓക്കെ, ഇപ്പം നമ്മൾ എസ്തെറ്റിക് വ്യൂ അതുപോലെ ആർക്കിടെക്ചർ പോയിൻ്റ് ഓഫ് വ്യൂവിലൊക്കെ കേർവ്ഡ് ബീംസ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ അട്രാക്റ്റീവ് ആയിരിക്കും. ഓക്കെ, അതിനാണ് നമ്മൾ അങ്ങനത്തെ പ്ലേസിലൊക്കെ നമ്മൾ ഈ ആർക്കിടെക്ട്സൊക്കെ കേർവ്ഡ് ബീംസ് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ നമുക്ക് മെയിനായിട്ട് ഈ കേർവ്ഡ് ബീംസിൻ്റെ അനാലിസിസിൽ അല്ലെങ്കിൽ ഡിസൈനിൽ സ്ട്രൈറ്റ് ബീംസിനെ കമ്പയർ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ചേഞ്ച് വരുന്നത് നോക്കാം. സോ മെയിൻലി ഈ ഒരു കേർവ്ഡ് ബീമിൻ്റെ അനാലിസിസിനകത്ത് നമുക്ക് എക്സ്ട്രാ ഒരു ടേം കൂടെ വരും, ടോർഷണൽ മൊമെൻറ്റ്. ടോർഷണൽ മൊമെൻറ്റ് ഇൻഡ്യൂസ്ഡ് ബൈ ദ വെർട്ടിക്കൽ ലോഡ്. നമ്മൾ സാധാരണ ബീമിൻ്റെ ഡിസൈനൊക്കെ നമ്മൾ ഷിയർ ഫോഴ്സ് വരും, ബെൻഡിങ് മൊമെൻറ്റും വരും സ്ട്രൈറ്റ് ആയിട്ടുള്ള ബീംസിൻ്റെ കേസിൽ. കേർവ്ഡ് ബീംസ് ആകുമ്പോൾ അവിടെ ടോർഷണൽ മൊമെൻറ്റ് കൂടെ ഇൻക്ലൂഡ് ചെയ്യും. ടു ദ പ്രസൻസ് ഓഫ് ടോർഷണൽ മൊമെൻറ്റ് ഇൻഡ്യൂസ്ഡ് ബൈ ദ വെർട്ടിക്കൽ ലോസ്. ഇതാണ് മെയിനായിട്ട് ഡിഫറൻസ് വരുന്നത്. ഫോർ സച്ച് മെമ്പേഴ്സ് ഇറ്റ് ഈസ് നെസസറി ടു ഡിസൈൻ ഇൻറ്റേർണൽ ബെൻഡിങ് മൊമെൻറ്റ്, ട്വിസ്റ്റിംഗ് മൊമെൻറ്റ് ആസ് വെൽ ആസ് ട്രാൻസ്വേഴ്സ് ഷിയർ. അപ്പോൾ നമുക്കിവിടെ 3 ടേമാണ് വരുന്നത്: ബെൻഡിങ് മൊമെൻറ്റ്, ട്വിസ്റ്റിംഗ് മൊമെൻറ്റ്, ഷിയർ ഫോഴ്സ്. Then the capability of resisting torsional moment is expressed by the torsional rigidity. Torsional rigidity എന്ന് പറഞ്ഞാൽ GJ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ MOSൽ. GJ torsional rigidity which is defined as the torsional moment which when applied to one end which is free to rotate produce a unit angle of twist with respect to the other end assumed to be completely fixed. അതിൻ്റെ ഡെഫിനിഷൻ ആണ്. Then the greater of torsional rigidity, the greater of the resistance to the torque. The value of torsional rigidity depends on the shape of the section. Value of torsional rigidity ഇക്വേഷൻ GJ എന്നാണല്ലോ. J എന്ന് പറഞ്ഞാൽ നമ്മുടെ പോളാർ മോഡുലസ് ആണ്. അപ്പോൾ അത് ഷേപ്പിനെ ഡിപ്പെൻഡ് ചെയ്യും. സർക്കുലർ അതുപോലെ റെക്റ്റാങ്കുലർ സെക്ഷൻ ആണോ അതിനെ ഡിപ്പെൻഡ് ചെയ്യും നമ്മുടെ ടോർഷണൽ റിജിഡിറ്റി. It is first found that the box section have comparatively large values of torsional rigidity and are widely used in the bridge design. However, the rectangular section also commonly used. അപ്പോൾ നമ്മൾ ബോക്സ് ടൈപ്പ് സെക്ഷൻസ് ആണ് ബ്രിഡ്ജിലൊക്കെ നമ്മൾ മോസ്റ്റ് പ്രോബബ്ലി യൂസ് ചെയ്യുന്നത്. റെക്ടാങ്കുലർ സെക്ഷൻസ് യൂസ് ചെയ്യും. സോ ഹൊറിസോണ്ടലി കർവ്ഡ് ബീംസ് എയ്തർ മെയ്ഡ് ഓഫ് സ്റ്റീൽ ഓർ റെയിൻഫോഴ്സ് കോൺക്രീറ്റ് ക്യാൻ ബി കണ്ടിന്യൂസ് ഓർ മോണോലിറ്റ് അറ്റ് ബോത്ത് എൻഡ്സ്. മോണോലിറ്റിക് ആയിട്ടുള്ള ബീംസ് വരാം അല്ലെങ്കിൽ കണ്ടിന്യൂസ് ബീംസ് ആയിട്ട് വരാം. ഇറ്റ്സ് മെയ്ഡ് ഓഫ് എയ്തർ സ്റ്റീൽ ഓർ റെയിൻഫോഴ്സ്ഡ് കോൺക്രീറ്റ്. Then the torsional rigidity is equal to GJ, where G is the modulus of rigidity, that is shear modulus, and J is the polar moment of inertia. This relation holds good only in the case of a beams with a circular cross section, since the cross section don't have warping and plane section remain plane even after the application of torsional moment. Okay. However, for the sections assuming that the plane section will remain plane even after the application of torque will cause error. So നമ്മൾ സർക്കുലർ സെക്ഷൻ ആണ് മോസ്റ്റ് പ്രോബബ്ലി യൂസ് ചെയ്യുന്നത്. അവിടെയാണ് നമുക്ക് ഈ ഒരു അസംഷൻ പ്ലെയിൻ സെക്ഷൻ റിമെയിൻ പ്ലെയിൻ ഈവൻ ആഫ്റ്റർ ആപ്ലിക്കേഷൻ ഓഫ് ടോർഷണൽ മൊമെൻറ്റ് എന്നുള്ള ആ ഒരു അസംഷൻസ് അവിടെയാണ് നമുക്ക് വാലിഡ് ആവുന്നത്. അല്ലാത്ത കേസിനകത്ത് അവിടെ ഒരു എറർ വരും. മോസ്റ്റ് ഓഫ് ദ കേസസ് ടേക്കിംഗ് പോളാർ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ J for calculating torsional rigidity over estimation will be as much as 100 times. Hence expression for torsional rigidity is maintained as GJ
ബട്ട് വിത്ത് എ സ്ലൈറ്റ് ഡിഫറൻസ് മീനിങ് ഫോർ ദ ടേം ജെ ഈസ് കോൾഡ് ടോർഷണൽ ഫാക്ടർ. സോ അങ്ങനത്തെ കേസിൽ നമുക്ക് ജെനെ ടോർഷണൽ ഫാക്ടർ വേറൊരു ഇക്വേഷൻ ഉണ്ട്, അത് യൂസ് ചെയ്ത് ടോർഷണൽ ഫാക്ടർ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് ജി ജെ എന്നുള്ള ഇക്വേഷൻ നമ്മൾ റീപ്ലേസ് ചെയ്യും. ഓക്കെ, ടോർഷണൽ റിജിഡിറ്റിയിൽ ജി ജെനെ ജെന് പോളാർ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ എന്നുള്ളത് മാറ്റിയിട്ട് അവിടെ ടോർഷണൽ ഫാക്ടർ ജെക്ക് ടോർഷണൽ ഫാക്ടർ എന്നുള്ള ടേം ആഡ് ചെയ്യും. So the main assumption used in the beams analysis, curved beams analysis, the material is homogeneous and isotropic. The material has linear stress-strain relationship, so that principle of superposition is valid. The cross-section of the beam is uniform and small compared with the radius of curvature. ബീമിൻ്റെ ക്രോസ് സെക്ഷന് യൂണിഫോം ആയിരിക്കും, സ്മോൾ ചെറിയ എന്തായിരിക്കും, അതായത് റെക്ടാങ്കുലർ ആണോ സ്ക്വയർ ആണോ അതിൻ്റെ സെക്ഷന് ക്രോസ് സെക്ഷന് സ്മോൾ ആയിരിക്കും. വെൻ കമ്പയർഡ് ടു ദ റേഡിയസ് ഓഫ് കർവേച്ചർ, കേർവ്ഡ് ബീംസ് ആണല്ലോ, അപ്പോൾ റേഡിയസ് ഓഫ് കർവേച്ചർ ഉണ്ടാവില്ലേ, ഇതാണ് നമ്മുടെ റേഡിയസ് ഓഫ് കർവേച്ചർ, ഇതാണ് നമ്മുടെ ആ കേർവ്ഡ് ബീം വരുന്നത്. ഓക്കെ, സോ ഇതാണ് മെയിൻ അസംഷൻസ് യൂസ്ഡ് ഇൻ ദ കേർവ്ഡ് ബീംസ്. So next, moment, shear and torsion. So mostly Castigliano's theorem relating the strain energy stored and deflection is used for the analysis of curved beams due to moment, shear and torsion. The strain energy due to forces may be ignored since it is negligible. So strain energy due to shear force compared to strain energy due to moment, strain energy due to torsional moment, okay, compare ചെയ്യുമ്പോൾ ഡ്യൂ ടു ഫോഴ്സ് ഉള്ളത് വളരെ നെഗ്ലിജിബിൾ ആണ്. സോ അത് നമ്മൾ റിമൂവ് ചെയ്യും. Therefore, the strain energy due to both moment and torque is given by integrating over the length of the beam by equation, that is U is equal to integral m square ds by 2 EI plus integral t square by 2 GJ into ds. So ഇതാണ് സ്ട്രെയിൻ എനർജിയുടെ ഇക്വേഷൻ. നമ്മുടെ ഷിയർ ഫോഴ്സിൻ്റെ ടേം, സ്ട്രെയിൻ എനർജി ഡ്യൂ ടു ഷിയർ ഫോഴ്സ് നെഗ്ലക്ട് ചെയ്തു, അത് ചെറിയ വാല്യൂ ആയതുകൊണ്ട് ദെൻ മൊമെൻറ്റും ടോർഷണൽ മൊമെൻറ്റും ബെൻഡിങ് മൊമെൻറ്റും കാരണമുള്ള സ്ട്രെയിൻ എനർജി വാല്യൂസ് ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് ടോട്ടൽ സ്ട്രെയിൻ എനർജി കിട്ടും, where EI is the flexural rigidity and GJ is the torsional rigidity. Then displacement under any real or physical loads can be obtained using Castigliano's first theorem. So നമുക്ക് ഡിഫ്ലക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ഡെൽറ്റ ഡിഫ്ലക്ഷൻ ഇസ് ഈക്വൽ ടു ഫസ്റ്റ് ഡെറിവേറ്റീവ് ഓഫ് സ്ട്രെയിൻ എനർജി വിത്ത് റെസ്പെക്ട് ടു ദ ലോഡ്. ആ ഒരു പോയിന്റിൽ ആക്ട് ചെയ്യുന്ന ലോഡിനെ വിത്ത് റെസ്പെക്ട് നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ നമുക്ക് അവിടുത്തെ ഡിഫ്ലക്ഷൻ കിട്ടും. എവിടുത്തെ ഡിഫ്ലക്ഷനാണോ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ആ ഡിഫ്ലക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യേണ്ട പോയിന്റിൽ ഒരു കോൺസെൻട്രേറ്റഡ് ലോഡ് ആക്ട് ചെയ്യുന്നുണ്ടാവണം. ആ ലോഡിനെ വിത്ത് റെസ്പെക്റ്റ് ആയിട്ട് നമുക്ക് ടോട്ടൽ സ്ട്രെയിൻ എനർജി ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ ആ ലോഡിൻ്റെ അണ്ടറിലുള്ള ഡിഫ്ലക്ഷൻ കിട്ടും. ഇഫ് ദ ബീം ഈസ് ഇൻഡിറ്റർമിനേറ്റ് ആൻഡ് ദ റിഡൻഡൻറ്റ് ഫോഴ്സ് ഓർ മൊമെൻറ്റ് സേ R1, R2, എക്സെട്ര Rn ക്യാൻ ബി സോൾവ് യൂസിങ് കാസ്റ്റിഗ്ലിയാനോസ് സെക്കൻഡ് തിയറം. സോ റിഡൻഡൻ്റ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ആണെങ്കിൽ നമുക്ക് കാസ്റ്റിഗ്ലിയാനോസ് സെക്കൻഡ് തിയറം യൂസ് ചെയ്യേണ്ടി വരും. ദാറ്റ് ഈസ് ഡോ യു ബൈ ഡോ ആർ, റിഡൻഡൻറ്റ് ഫോഴ്സിൻ്റെ വിത്ത് റെസ്പെക്റ്റ് നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഇസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. അവിടുത്തെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 0 എന്നാണ് കിട്ടുക. സോ ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ റിഡൻഡൻറ്റ് സ്ട്രക്ചേഴ്സിനെ അല്ലെങ്കിൽ ഇൻഡിറ്റർമിനേറ്റ് ആയ സ്ട്രക്ചേഴ്സിനെ സോൾവ് ചെയ്യേണ്ടത്. സോ നെക്സ്റ്റ് സൈൻ കൺവെൻഷൻസ് ആണ്. മെയിൻ സൈൻ കൺവെൻഷൻ, വെർട്ടിക്കൽ ഫോഴ്സസ് ആക്ടിങ് അപ്വേർഡ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ എ സോളിഡ് സർക്കിൾ. ഇപ്പോൾ നമ്മൾ കർവ്ഡ് ബീംസ് ആണല്ലോ, സർക്കുലർ ബീം ആവാം അല്ലെങ്കിൽ ക്വാഡ്രൻറ്റ് ബീംസ് ആവാം. അപ്പോൾ നമ്മൾ വെർട്ടിക്കൽ സർക്കിൾ ആക്ടിങ് അപ്വേർഡ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ എ സോളിഡ് സർക്കിൾ. അപ്പോൾ ഇതാണ് നമ്മൾ സോളിഡ് സർക്കിൾ, അതായത് ഒരു ഫില്ല് ചെയ്ത സർക്കിൾ ആണെങ്കിൽ ഇങ്ങനെ നമ്മുടെ ബീം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ നമ്മൾ പ്ലാൻ വ്യൂ ആണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തരുന്നത്, അല്ല നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്ന പ്ലാൻ വ്യൂ ആണ്. ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സ്ട്രൈറ്റ് ബീമിൻ്റെ നമ്മൾ ക്രോസ് സെക്ഷൻ വ്യൂ ആണ് തന്നതിന് ട്രാൻസ്വേഴ്സ് ലോഡ്സ് ആയിരുന്നു ആക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ലോഡൊക്കെ ഇങ്ങനെയാണ് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലേ, നമ്മളുടെ ബീമിനകത്ത് ലോഡ് UDL ആണെങ്കിലൊക്കെ നമ്മൾ ഇങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നത്. അവിടെയൊക്കെ നമ്മൾ കാണുന്നത് എലിവേഷനാണ്, സെക്ഷൻ വ്യൂ ആണ്. ഓക്കെ, പക്ഷേ ഇവിടെ നമുക്ക് ബീംസ് കേർവ്ഡ് ആയിട്ടുള്ള ബീംസ് ആണ്, അതായത് നമ്മൾ കാണുന്നത് പ്ലാൻ വ്യൂ ആണ്. ഇതൊരു ബീമിൻ്റെ പ്ലാനാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ലോഡ് റെപ്രസെൻറ്റ് ചെയ്യാൻ ഇതുപോലെ ലോഡ് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റില്ല, ഇങ്ങനെ കോൺസെൻട്രേറ്റഡ് ലോഡായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റില്ല, ട്രാൻസ്വേഴ്സ് ലോഡ്സ് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റില്ല. ഇത് നമ്മൾ പ്ലാനിലാണ് കാണുന്നത്. പ്ലാനിൽ കാണുമ്പോൾ നമ്മൾ ഏതൊരു ഇങ്ങനെ സർക്കിൾ ഇങ്ങനെ ഫില്ല് ചെയ്തിട്ട് കാണിക്കും, അതിനാണ് നമ്മൾ സോളിഡ് സർക്കിൾ എന്ന് പറയുന്നത്. ഇങ്ങനെ ഫില്ല് ചെയ്ത് കാണിക്കുകയാണെങ്കിൽ ലോഡ് ആക്ട് ചെയ്യുന്നത് അപ്വേർഡ് ഡയറക്ഷനിലാണ്. ഇങ്ങനെ ലോഡ് ഇങ്ങനെ അപ്വേർഡ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്നതിനാണ് നമ്മൾ ഈ ഒരു സോളിഡ് സർക്കിൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇനി ഓപ്പൺ സർക്കിൾ ആണെങ്കിൽ, ഇങ്ങനെ ഫില്ല് ചെയ്യാതെ ഓപ്പൺ സർക്കിൾ ആണെങ്കിൽ ഇറ്റ് റെപ്രസെൻറ്റ് ദാറ്റ് വെർട്ടിക്കൽ ഫോഴ്സ് ഈസ് ആക്ടിങ് ഡൗൺവേർഡ്. ഇങ്ങനെ വെർട്ടിക്കൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്, അതായത് ഇവിടെ ഇങ്ങനെ ഒരു വെർട്ടിക്കൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്, ഇതിലെന്ന് പറഞ്ഞാൽ അപ്വേർഡിലേക്കാണ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഓപ്പൺ സർക്കിൾ റെപ്രസെൻറ്റ് ദ വെർട്ടിക്കൽ ഫോഴ്സ് ആക്ടിങ് ഡൗൺവേർഡ്. Then bending moment will be taken as positive if it is sagging
നമ്മൾ ജനറലി എടുക്കുന്നത്. അപ്പോൾ ഹോഗിങ് ആണെങ്കിൽ നെഗറ്റീവ് വരും. ദെൻ ടോർഷണൽ മൊമെൻറ്റ് വിൽ ബി ടേക്കൺ ആസ് പോസിറ്റീവ് ഇഫ് ട്വിസ്റ്റ് ഈസ് ക്ലോക്ക് വൈസ് ഓൺ ദ റൈറ്റ് സൈഡ് ഓഫ് ഫേസ്. So torsional moment will be taken as positive if twist is clockwise on the right side of face. Vertical force will be taken as positive when it acts upward. Upward force നമ്മൾ vertical force പോസിറ്റീവ് ആയിട്ടിരിക്കും. Bending moment and torsional moment are expressed by the moment vectors. Bending momentum torsional moment ഒക്കെ നമ്മൾ moment vectors ആയിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇതാണ് ഇൻട്രൊഡക്ഷൻ അബൌട്ട് ദ ബീംസ് കർവ്ഡ് ഇൻ പ്ലാൻ. ദെൻ നെക്സ്റ്റ് നമുക്ക് പ്രോബ്ലം ഡിസ്കസ് ചെയ്യാം. ഓരോ ഡെറിവേഷൻ ഉണ്ട്. ഇപ്പോൾ നമ്മളുടെ ഓരോ കർവ്ഡ് ബീമിൻ്റെയും അനാലിസിസ്. ഫസ്റ്റ് നമ്മൾ ഒരു ക്വാഡ്രൻ്റ് ആണ് കൺസിഡർ ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ഇതിപ്പോൾ നമ്മുടെ കർവ്ഡ് ബീംസ് സർക്കുലർ ബീംസ് ആവാം, അല്ലെങ്കിൽ ഒരു സെമി സർക്കിൾ ബീംസ് ആവാം, സെമി സർക്കുലർ ആവാം, അല്ലെങ്കിൽ വരുന്ന ക്വാഡ്രൻ്റ്. ഇപ്പോൾ നമ്മൾ ഒരു സർക്കിളിൻ്റെ 1/4 പൊസിഷനെ നമ്മൾ ക്വാഡ്രൻ്റ് എന്ന് പറയാം. ഇങ്ങനെയുള്ളൊരു കർവ്ഡ് ബീംസ് ആവാം. ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്വാഡ്രൻ്റ് ടൈപ്പ് ആയിട്ടുള്ള കർവ്ഡ് ബീംസ് ആണ്. ദെൻ നമ്മൾ സെമി സർക്കുലർ കർവ്ഡ് ബീംസ് ഡിസ്കസ് ചെയ്യും. ദെൻ സർക്കുലർ ബീംസ്. ഇതാണ് മെയിനായിട്ട് ഈ ഒരു മൊഡ്യൂളിൽ വരുന്നത്. ഓക്കെ, താങ്ക് യു.